PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14/12/2024 നടന്ന ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പ്രിലിമിനറി എക്സാമിൻ്റെ 598/2023 599/2023 കാറ്റഗറി കോഡുള്ള PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തേൻ്റെ ഉത്തരം C ആണ്, 6/10. രണ്ടാമത്തെ B 24. മൂന്നാമത്തെ B √2² × 10⁴ മീറ്റർ. നാലാമത്തെ C 11.021. അഞ്ചാമത്തേന് B 28. 6 A KF KQK എന്നുള്ളതാണ്. ഏഴാമത്തേന് B -64 ആണ്. ഇനി എട്ടാമത്തേൻ്റെ 2 × 11 -0. ഒമ്പതാമത്തേന് A 15. പത്താമത്തേന് B ആണ് 0.0001. ഇനി 11 B ആണ് ആൻസർ. 12 C. 13 D. 14 C. 15 D. 16 A. 17 B. 18 C. 19 A. 20 C. 21 A. 22 C. 23 A. 24 C. 25 A. 26 C. 27 C. 28 B. 29 D. 30 B. 31 C. 32 A. 33 B. 34 C. 35 C. 36 B. 37 C. 38 A. 39 D. 40 B. 133 എന്നുള്ളത്. ഇനി 41 ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏത്? D ആണ് മെഡുല ഒബ്ലോങ്കേറ്റ. 42 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? C ആണ് ഡിഫ്തീരിയ. 43 മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ കൊടുത്തവയിൽ ഏതാണ്? A ആണ് തൈമോസിൻ. 44 പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? B OPV. 45 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്ര? ഭൂമിയുടെ സെൻറ്ററിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയതുകൊണ്ട് അവിടെ വസ്തുക്കൾക്കൊന്നും ഭാരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ 0 ആണ് C ആണ് ഉത്തരം. 46 ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത്? അത് A ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനാണ്. ഇനി 47 ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? അത് പാസ്കൽ നിയമം. D ആണ്. 48 സ്വർണം ലയിക്കുന്ന അക്വാ റീജിയ ഏതൊക്കെ ചേരുന്നതാണ്? അത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തന്നെയാണ്. A ആണ് ഉത്തരം. ഇനി 49 ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം B ആണ് ഫ്ലൂറിൻ. 50 താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് അല്ലാത്തത് ഏത്? C ആണ് ബോക്സൈറ്റ്. അത് അലൂമിനിയത്തിൻ്റെ അയിരാണ്. ഇനി 51 തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ? C വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52 മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം? B ആണ് സംക്ഷേപ വേദാർത്ഥം. 53 താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. അത് രണ്ടാമത്തെ വേലുത്തമ്പിയുടെ കലാപം, പിന്നെ കുറിച്യ കലാപം, പിന്നെ ചാന്നാർ ലഹള, പിന്നെ മലബാർ കലാപം. അതായത് A ആണ് ഉത്തരം. 54 കേരളത്തിലെ ആദ്യ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് ആയ സെൻറ്റ് ജോസഫ് പ്രസിൻ്റെ സ്ഥാപകൻ? D ആണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 55 വരിക വരിക സഹചരേ വലിയ സഹന സമരമായി കരുളുറച്ച കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം ദേശീയബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചതാര്? B ആണ് അംശി നാരായണപിള്ള. ഇനി 56 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏവ? C കേസരി, പിന്നെ മറാത്ത. 57 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? അത് രണ്ടാമത്തെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. അതായത് D ആണ് ഉത്തരം. ഇനി 58 താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. അത് A ആണ്. ഒന്നാമത്തേന് 3,
രണ്ടാമത്തേന് 4, മൂന്നാമത്തേന് 1, നാലാമത്തേന് 2. 59. എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ നാനാ സാഹിബ് കാൺപൂർ, അപ്പോൾ ഷാമൽ എന്നുള്ളത് സി ആണ്, ബരൗട്ട്. 60. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എ ആനി ബെസന്റ്. 61. ഭൂമി എന്നർത്ഥം വരുന്ന പദം സി മഞ്ഞ്. 62. പിരിച്ചെഴുതുക ഇവൾ, എ ആണ്, ഇ പ്ലസ് അൾ. 63. സ്വാർത്ഥൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം ബി അൻ. 64. ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഡി ഗാർഹികം. 65. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക സി ജോലിക്കാർ. 66. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ബി ആണ്, വിഷമിപ്പിക്കുക. 67. സഫലം വിപരീതം എ ആണ്, വിഫലം. 68. ശരിയായ പദം ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ്, പ്രക്ഷുബ്ധം. 69. ആമോദത്തിന് സമാന പദം എ ആണ്, സന്തോഷം. 70. ചേർത്തെഴുതുക കരഞ്ഞു പ്ലസ് ഇല്ല, സി ആണ്, കരഞ്ഞില്ല. ഇനി 71. ഡംഭം പര്യായം ബി അഹങ്കാരം. 72. ഉചിതമായ പദം ഉപയോഗിച്ച് വാക്യങ്ങൾ ചേർത്തെഴുതുക. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു, അപ്പോൾ എ ആണ്, അപ്പോൾ. 73. ചിന്മയം പിരിച്ചെഴുതുക ചിത്ത് പ്ലസ് മയം, സി ആണ്. 74. കൃശം വിപരീതം ബി മേതുരം. 75. സാക്ഷി സ്ത്രീലിംഗം ഡി സാക്ഷിണി. ഇനി 76. ദുഃഖത്തിന്റെ സമാനപദം ഇണ്ടൽ, എ ആണ്. 77. ശരിയായ പദം ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്, നികൃഷ്ടം. 78. പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ ബി ആണ്, ബാക്ക് സ്റ്റാബിംഗ്. 79. ശരിയായ വാക്യം എഴുതുക, അപ്പോൾ ഡി ആണ്, വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു. 80. എന്നും പകിട 12 എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എ ആണ്, എന്നും വിജയം. ഇനി 81. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഹി വാച്ചസ് എ മൂവി എവറി സൺഡേ, എ ആണ്. 82. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിംഗ് ഇൻ എ മാസ് ഈസ് കോൾഡ് സി സ്വാം. 83. ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദേ ടോക്ക്ഡ് ഫോർ ആൻ അവർ അബൌട്ട് ദ വണ്ടർഫുൾ പെർഫോമൻസ്, ബി ആണ്, ആൻ. 84. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്മൽ, അത് ബി ആണ്, ഗ്ലൂമി ആണ് സിനോണിം ഡിസ്മൽ എന്നുള്ളതിൻ്റെ. ഇനി 85. ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് ടുമാറോ? ദ മാനേജർ ആസ്ക്ഡ് അസ്. ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദിസ് സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ അത് എ ആണ്. ദ മാനേജർ ആസ്ക്ഡ് അസ് വെദർ വി കുഡ് സ്റ്റാർട്ട് ദ പ്രോജക്ട് ദ നെക്സ്റ്റ് ഡേ. 86. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസർ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. വി ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക്, വുഡ് യു ലൈക്ക് മിൽക്ക് പൗഡർ ഇൻസ്റ്റഡ്. അപ്പോൾ റൺ ഔട്ടാണ്, ഡി ആണ് അതിൻ്റെ ഉത്തരം വരിക. 87. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ സെൽഡം എന്ന് വന്നത് നെഗറ്റീവ് മീനിങ് ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് നോ അല്ലെങ്കിൽ നോട്ട് വേണ്ട. അപ്പോൾ ഡസ് ഷീ, പിന്നെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാലും ഡസ് ഷീ, എ ആണ്. 88. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റണിം ഓഫ് ദ വേർഡ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് എന്നുള്ളതിൻ്റെ ആൻറ്റണിം ഇൻഅപ്രോപ്രിയേറ്റ്, സി ആണ്. 89. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഇൻ ദ സെൻറ്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ആസ് നൗൺ ആയിട്ടാണ്, ഡി ആണ്. 90. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് ഹി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ. അപ്പോൾ ഇഫ് വി ഹാഡ് എന്ന് വന്നുകൊണ്ട് പിന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വുഡ് ഹാവ് വരണം. അപ്പോൾ വുഡ് ഹാവ് വൺ ദ കോമ്പറ്റീഷൻ എന്നാണ് വരിക. ഇനി 91. എ പേഴ്സൺ ഹൂ ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് കോൾഡ്, സി ആണ്, കഞ്ചുറർ. 92. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറഗുലർ വെർബ്, ഡി ആണ്, റൺ. 93. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ റൈറ്റ് പ്രപ്പോസിഷൻ. ദർ ഈസ് എ റിവർ ബിസൈഡ് മൈ ഹൗസ്, എ ബിസൈഡ് ആണ്. 94. ദ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻ ദി സെൻറ്റൻസ് ഓഗസ്റ്റ് ആസ് ആൻ അഡ്ജക്റ്റീവ് മീൻസ്, ഡി ആണ്, ഇംപ്രസീവ് എന്നുള്ളത്. 95. നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ്, പിന്നെ ദാൻ വെക്കണം, ദാൻ ഈസ് സ്റ്റാർട്ടഡ് റെയിനിങ്, സി ആണ്. 96. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ്, ബിസിനസ് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. 97. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ഫോളോയിങ് അസ്. അപ്പോൾ സി ആണ്, വി ആർ ബീയിങ് ഫോളോഡ് ബൈ ദം. 98. വി ഹാവ് എ ഹെർക്കുലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് us. ഇൻ ദി സെൻറ്റൻസ് ഹെർക്കുലിയൻ ടാസ്ക് സ്റ്റാൻഡ്സ് ഫോർ. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടഫ്, ബുദ്ധിമുട്ടുള്ള.
അപ്പോൾ ഡി ആണ് ടഫ് ടാസ്ക്. 99. നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ് ആസ് സ്റ്റുഡിയസ് ആസ് നിത. വിച്ച് സെൻറ്റൻസ് എമംഗ് ദ ഫോളോയിങ് കൺവേസ് ദ സെയിം മീനിങ്. അപ്പോൾ എൻ്റെ അർത്ഥം ബി ആണ്. നിത ഈസ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് ഗേൾ ഇൻ ദിസ് ക്ലാസ്. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി നിതയാണ്. ഇപ്പോൾ നോ അതർ ഗേൾ എന്ന് പറയുമ്പോൾ വേറെ ആരും ഇല്ല എന്നുള്ള അർത്ഥം. അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന. 100. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് പോസ്റ്റ് മെറിഡിയം എന്നാണ്. എ ആണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 14/12/2024 നടന്ന ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പ്രിലിമിനറി പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ കീ പിന്നീട് PSC തന്നെ പബ്ലിഷ് ചെയ്യണതാണ്. ഓക്കെ, താങ്ക് യു.